ഇന്ന് ആറ്റുകാൽ പൊങ്കാല. നിരവധി ഭക്തരാണ് തിരുവനന്തപുരത്ത് പൊങ്കാല അർപ്പിക്കാനായി എത്തിയത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ പ്രദേശങ്ങളിൽ പൊങ്കാല അർപ്പിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലാ കളക്ടറിന്റെ സമീപത്ത് ഒരുക്കിയിരുന്ന പൊങ്കാല തർപ്പണം നിരവധി ഭക്തരാണ് എത്തിയത്. കുംഭമാസത്തിൽ പൂരത്തിരുന്നാൾ ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല, ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല. ഇപ്പോൾ ഒത്തിരി യുദ്ധങ്ങളും കലഹങ്ങളും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ലോക സമാധാനത്തിനു വേണ്ടി ഈ ആറ്റുകാൽ പൊങ്കാല ഞങ്ങൾ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ. കഴിഞ്ഞ 4-5 വർഷത്തോളമായി നമ്മുടെ ഈ പൊങ്കാല പരിപാടി ഇവിടെ തുടങ്ങിയിട്ട്. അതായത് നമ്മുടെ ഈ നാട്ടിൽ കുറച്ച് ആദ്യം 10 പൊങ്കാലയായിട്ടാണ് തുടങ്ങിയതെങ്കിലും പിന്നീട് ഇപ്പോൾ 100-ലധികം പൊങ്കാലകൾ വന്നു. ഈ പ്രാവശ്യം ഒത്തിരി പൊങ്കാലകളുണ്ട്, പുതിയ ആൾക്കാരുകൾ ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാതിനിധ്യം ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. ആറ്റുകാലിൽ എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അമ്മേനെ ശരിക്കും പ്രാർത്ഥിച്ചിട്ട് ആ രീതിയിൽ നമ്മളിവിടെ നാട്ടിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉദ്ദേശത്തോടു കൂടി ഞങ്ങൾ കുറച്ച് പേര്, ഇതിനകത്ത് പ്രധാനപ്പെട്ടത് പ്രീന പ്രസാദാണ് ഇതിനകത്ത് മുൻകൈ എടുത്ത് ഞങ്ങളെ, ശോഭന പരമോ, അങ്ങനെ കുറച്ച് പേരുണ്ട്. ഇപ്പോൾ ഇവരൊക്കെ കൂടി മുൻകൈ എടുത്ത് ആ കൂട്ടത്തിൽ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ. ഞങ്ങളുടെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് ഞാൻ ചേരാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് 4 വർഷമൊക്കെ ആയിട്ടുള്ളൂ. അന്ന് മുതൽ അമ്പലം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സഹകരിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്ന കുറേ ചേച്ചിമാരുണ്ട്. ഞങ്ങളിപ്പോൾ വളരെ ശക്തമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം 45 ഈ പ്രാവശ്യം 64 അടുത്ത പ്രാവശ്യം ഞങ്ങൾ 100 തയ്ക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. 100-ന് അപ്പുറത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് ഞങ്ങളുടെ. ഈ ഇതിലിവിടുത്തെ ഇടുന്ന നേർച്ചകളൊക്കെ കൊണ്ടുപോയി വേറെ ദിവസം ആറ്റുകാൽ പൊങ്കാലിൽ അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുപോയി ഈ നേർച്ചകളൊക്കെ സമർപ്പിക്കുകയും ദേവിയെ കണ്ട് അതിന് ഒരു ടൂറ് പോലെ, അതൊരു തീർത്ഥാടനം പോലെ ഞങ്ങൾ പോയിട്ട് എല്ലാവരും കൂടി വരാറുണ്ട്. പിന്നെ ഞങ്ങളുടെ ഇവിടെ സഹകരിക്കുക, അവിടെ പോകാൻ പറ്റാത്തവരായുള്ള ആളുകളും ഇവിടെ വന്ന് നമ്മുടെ സഹകരിച്ച് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞങ്ങൾ പറ്റിയാറുള്ളത്. നല്ലൊരു കൂട്ടായ്മയോടുകൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഏകദേശം 7 വർഷമായിട്ട് ഇവിടെയാണ് പൊങ്കാല ഇടുന്നത്. കൊറോണ സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് പോയി പൊങ്കാല ഇടാൻ പറ്റാത്ത എല്ലാവരും ഇവിടെ ഈ സമീപ പ്രദേശത്തുള്ളവരും പാലക്കാട് നിന്നും കോട്ടയത്തു നിന്നും എല്ലാ ജില്ലകളിൽ നിന്നുള്ളവർ ഈ പൊങ്കാലയിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ സന്തോഷമായിട്ട് തന്നെയാണ് ഓരോ വർഷങ്ങളും കടന്നു പോകുന്നത്. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ.